വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് പ്രൈം നമ്പേഴ്സ്? താഴെ പറയുന്നവയിൽ ഏതാണ് അഭാജ്യ സംഖ്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് 26, 51, 89, 171. സോ ആദ്യം എന്താണ് അഭാജ്യ സംഖ്യ എന്നുള്ളത് അറിയണം. അത് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്, അത് കാണാം. സോ എന്താണ് അഭാജ്യ സംഖ്യ എന്നുള്ളത് നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്ഷൻ എ 26, 51, 89, 171. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു അഭാജ്യ സംഖ്യ അല്ലാത്തത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2ലും 3ലും ഫുള്ളി ഡിവിസിബിൾ ആയിട്ടുള്ള 2ലും 3ലും ഏതൊരു നമ്പറിനെയും ഹരിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം 0 അല്ലെങ്കിൽ 0 വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, റിമൈൻഡർ 0 വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അഭാജ്യ സംഖ്യ അല്ല. അഭാജ്യ സംഖ്യ ആകണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും നമ്പർ 1, 2, 3 അങ്ങനെ ഏതെങ്കിലും നമ്പർ സിസ്റ്റം വരണം, റിമൈൻഡർ വരണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? അത് അഭാജ്യ സംഖ്യ ആണ്. അതല്ല, ആ ഒരു സംഭവം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാ? 2ഉം 6ഉം കൂട്ടി നോക്കുക. 8 എന്താണ്? 2 കൊണ്ട് ഫുള്ളി ഹരിക്കാൻ കഴിയും. ഹരിച്ചു കഴിഞ്ഞാൽ 0 വരുന്നുണ്ട്. അപ്പൊ അതെന്താണ്? ഈ ഓപ്ഷൻ തെറ്റാണ്. പിന്നെ 5ഉം 1ഉം കൂട്ടി കഴിഞ്ഞാൽ 6 വരും. 6 എന്താണ്? 2ലും ഹരിക്കാൻ കഴിയും, 3ലും ഹരിക്കാൻ കഴിയും. അപ്പൊ ഈ ഓപ്ഷനും അല്ല. ഇനി 171 എടുക്കാം. 1 + 7 + 1 എന്താ? 9. ഈ 9 2ൽ ഹരിക്കാൻ കഴിയില്ല, എന്നാൽ എന്താണ്? 3ൽ ഹരിക്കാൻ കഴിയും. അപ്പോൾ ഈ ഓപ്ഷനും അല്ല. ഇനി 89 എടുക്കുകയാണ്. 89, 8 + 9 എത്ര? 17. 17 2ൽ ഫുള്ളി ഹരിക്കാൻ കഴിയില്ല, 3ൽ ഫുള്ളി ഹരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്താണ്? ഓപ്ഷൻ സി ആണ് 89 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ഈ കാണുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ സി 89 ആണ് അഭാജ്യ സംഖ്യ. സോ